കാന്തല്ലൂർ മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം അതിരാവിലെ 3 മണിക്ക് കാന്തല്ലൂരിൽ റിസോർട്ട് വളപ്പിൽ കയറിയ 2 കാട്ടാനകൾ വ്യാപകമായി നാശനഷ്ടം വരുത്തി. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായതോടെ കർഷകരടക്കമുള്ളവർ ആശങ്കയിലാണ്. കഴിഞ്ഞയാഴ്ച മുതൽ കാന്തല്ലൂർ മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അതിരാവിലെ 3 മണിക്ക് കാന്തല്ലൂരിൽ റിസോർട്ടിൽ കയറിയ 2 കാട്ടാനകൾ വ്യാപകമായി നാശനഷ്ടം വരുത്തി. കമ്പിവേലി തകർക്കുകയും വാഴകൃഷികൾ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. പട്ടാളക്കാരനും 10 വർഷത്തോളമായി ലീസിനെടുത്ത് നടത്തുന്ന പ്രതീഷിന്റെ നെസ്റ്റ് കോട്ടേജിലാണ് കാട്ടാനകൾ കയറി നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. 5ാം തവണയാണ് കാട്ടാനകൾ ഈ രീതിയിൽ നാശനഷ്ടങ്ങൾ വരുത്തുന്നത്. 2 കാട്ടാനകൾ എത്തിയിരുന്നതായും പ്രതീഷ് പറയുന്നു. ഫോറസ്റ്റിൻ്റെ ഈ ഒരു ട്രൂപ്പിനെ ഇവിടെ വിന്യസിക്കും, കാന്തല്ലൂർ സ്ഥിരമായിട്ട് അവർ ഉണ്ടാകും, രാത്രിയും പകലും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കുന്നില്ല. വിളിച്ച് 2-3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് വരുന്നത്. ആനയായിട്ട് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ആനയായിട്ട് മല്ലിടും? വന്യമൃഗങ്ങൾ ഇവിടെ വരുന്ന ഒരു ഗസ്റ്റിന് ഒരു അപകടം ഉണ്ടായാലും, വണ്ടികൾക്ക് അപകടം ഉണ്ടായാലും, ഇതിനെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. പ്രദേശത്ത് കഴിഞ്ഞ വർഷം വ്യാപകമായി കൃഷിനാശവും അപകടവും സംഭവിച്ചതിനെ തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് പ്രദേശത്തു നിന്നും കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത്. എന്നാൽ കഴിഞ്ഞയാഴ്ച മുതൽ വീണ്ടും പ്രദേശത്ത് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. ഇത് കർഷകർക്കും ജനങ്ങൾക്കും വലിയ ഭീഷണിയായിരിക്കുകയാണ്. 2 ആഴ്ചകളായി 2 റിസോർട്ടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത്. കാട്ടാനകളെ വനമേഖലയിലേക്ക് തുരത്തി സംരക്ഷണം ഉറപ്പാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് കർഷകർ പറഞ്ഞു. 2 കാട്ടാനകൾ റിസോർട്ടിനുള്ളിൽ കയറിയത് വനംവകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിലും വനംവകുപ്പ് ജീവനക്കാർ എത്തിയില്ല എന്നും ഇവർ ആരോപിച്ചു. അർദ്ധരാത്രി 3 മണിയോടെ വനംവകുപ്പിനെ ഫോണിലൂടെ ബന്ധപ്പെട്ടുവെങ്കിലും എത്തിയത് പിറ്റേന്ന് രാവിലെയാണെന്നും പ്രതീഷ് പറയുന്നു. ചിന്നർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കടന്ന ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻപാറ, പുതുവെട്ട്, പേരടിപ്പള്ളം, വേട്ടക്കാരൻകോവിൽ, ശിവൻപന്തി വഴിയാണ് ഗ്രാമങ്ങളിലേക്ക് കടക്കുന്നത്. ഈ പാതയിലെ വനപാലകർ നിരീക്ഷിച്ച് തടഞ്ഞ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തണമെന്നുമാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, മറയൂർ.